ഇവരെല്ലാം ജൻസിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഡെലൂലുല, ഒരു മതിഭ്രമത്തിലാണ്. എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടും എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ പറയും, അയ്യോ രാഹുൽജി അങ്ങ് കയറി അങ്ങ് ഇരുന്നോ, മോഡി ഇങ്ങോട്ട് മാറ്, അങ്ങ് കയറി ഇരുന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ജിതിൻ ദേവ് വെടിവെപ്പേ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറയുമ്പോൾ 7 റൗണ്ട് RIF പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പെല്ലറ്റ് കൊണ്ട ആളുകൾ അവർ ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ഒരാളുടെ കാഴ്ചശക്തി പോകും എന്ന നിലയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്നിട്ടും തോക്ക് ഉപയോഗിച്ചില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? അഭിലാഷിന് ഈ പെല്ലറ്റ് ഗണ്ണും AK-47 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്ത പ്രശ്നമാണ്. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം അതിഭയാനകവും ക്രൂരവുമായ രീതിയിലാണ് ഓരോ സമരങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പഴയകാല ചരിത്രങ്ങൾ, ഒരു 10 കൊല്ലത്തെ ചരിത്രം എടുത്ത് അങ്ങ് പരിശോധിക്കാൻ തയ്യാറാവണം. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. മന്ത്രി കേരളത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആണിതറച്ച ലാത്തി ഉപയോഗിച്ചിട്ടില്ലേ? ഷെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണീർ വാതക ഷെല്ല്. ലാത്തി ഉപയോഗിച്ചതിന്റെ ചരിത്രം കേൾക്കണോ? ആണിതറച്ച ലാത്തി കേരളത്തിൽ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസുകാർ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. പോലീസ് അടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ കേരളത്തിൽ? അതേ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുത്തെങ്കിൽ അതും ഉപയോഗിച്ചേനെ. കയ്യിലില്ല. ഉള്ള ആയുധങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. തോക്കൊഴികെ ബാക്കിയെല്ലാം കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ പറഞ്ഞതുമാണ്. അപ്പോൾ തോന്നുന്നത് പോലെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആരവർക്ക് ഉത്തരവ് കൊടുത്തു? ആരവർക്ക് നിർദ്ദേശം കൊടുത്തു? ആരാണ് അതിന്റെ ഉത്തരവാദി? അതാണ് ഇന്ന് പാർലമെന്റിൽ ഉയർന്ന ചോദ്യം. അതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഒന്നുകിൽ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമിത്ഷാ അറിയാതെ. അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. അമിത്ഷാ അറിയാതെയാണെങ്കിൽ അത് കഴിവുകേടാണ്. ഈ വിഷയത്തിന് ഉത്തരം പറയാതെ പറഞ്ഞ കാര്യങ്ങൾ രേഖയിൽ നിന്ന് നീക്കിയിട്ട് കാര്യമുണ്ടോ? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഏത് കാര്യമാണ് രേഖയിൽ നിന്ന് നീക്കിയത് അഭിലാഷേ? പാർലമെന്റിൽ വന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ രേഖയിൽ നിന്ന് ഒഴിവാക്കിയത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഭരണപക്ഷത്തിന് നേരെ ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരെയല്ലേ, എതിർവശത്തിരിക്കുന്നവർക്കെതിരെയല്ലേ ആർഗ്യുമെന്റ് വരുന്നത്? അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ BJP ഓടലക്കി വന്നൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലേ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി? സ്വയം വിഡ്ഢിയായ ഒരു മനുഷ്യൻ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. താങ്കൾ ആ പ്രസംഗം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റുഡന്റും അദ്ദേഹവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ സ്റ്റുഡന്റ് 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാണ്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റുഡന്റ് കഴിഞ്ഞ പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഡിയറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, മറ്റൊരാളെ കേൾക്കാത്ത, മറ്റൊരാളെ ലിസൺ ചെയ്യാൻ തയ്യാറാവാത്ത ഒരാളെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ആ ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇഡിയറ്റ്സ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അങ്ങനത്തെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. 3 തരം ആളുകളാണുള്ളത്. 1 സ്റ്റുഡന്റ്, 2 ഇഡിയറ്റ്, 3 അന്ധഭക്ത. 3 പേരുടെയും സവിശേഷതകളാണ് വിശദീകരിച്ചത്. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ പറയുന്നത് മാത്രം ശരി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട എന്ന മനോഭാവമുള്ള ആളുകൾ ഇഡിയറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭരണപക്ഷത്തെ അവഹേളിക്കലാവുക? ജഗതി ഒരു സിനിമയിൽ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞതുപോലെയല്ലേ അത്? ഞാൻ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരുനാപ്പള്ളി വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു മാതൃഭൂമി ചർച്ചയ്ക്ക് പോകുന്നു. ആരാണ് ആങ്കർ? അപ്പൊ പറഞ്ഞു അഭിലാഷ് മോഹനാണ്. അയ്യോ, ആ സംസാരിക്കാൻ അനുവദിക്കാത്ത ആ ഇഡിയറ്റിന്റെ ചർച്ചയിൽ ഇരിക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇങ്ങനൊരു സാങ്കല്പിക കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ എന്റെ വാദമല്ലാതായി മാറും അഭിലാഷ് മോഹൻ. മനസ്സിലായില്ലേ? നിങ്ങളെ പറ്റി പറയുന്ന ആക്ഷേപമാണ്. വേണ്ട, എനിക്ക് അങ്ങനെ വാദമേ ഇല്ല. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ സാങ്കല്പികതകളൊക്കെ ഉണ്ടാക്കാം. അഭിലാഷ്, ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നോക്കൂ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവരുന്നു, നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. അതൊന്നും എനിക്കറിയാൻ മേല.
ആ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഈ രാജ്യത്തെ സർക്കാർ പ്രതിപക്ഷത്തിന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങ് പരിശോധിക്കൂ, ഇന്ന് പാർലമെന്റിൽ ഈ 10-50 പേരുകൾ സംസാരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള നിർദ്ദേശം, ഒരു ഭേദഗതി, ഒരു അമെന്റ്മെന്റിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞോ? രാഹുൽ ഗാന്ധി പറഞ്ഞോ? ഇന്ന് ഞാൻ ഇന്ത്യ വിടും. ഇവിടെ നിന്ന് നേരെ ദുബായ്, അവിടെ നിന്ന് ബാങ്കോക്ക്, then straight എത്തി. അദ്ദേഹം എന്തൊക്കെയെന്ന് പറഞ്ഞത്? ശരി, ഇഡിയറ്റ്, അങ്ങ് എന്തുവല്ല ബാധിച്ചോളൂ. ഞാൻ അമിത്ഷാ വരുന്നത് കണ്ടു, 30 കാറുകളുടെ അകമ്പടിയോടെ. ഞാൻ ആ കാറിനകത്തൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കിടുകിടാ വിറയ്ക്കുകയായിരുന്നു. ഇതൊക്കെ ചുമ്മാതെ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, സാങ്കല്പിക കഥകൾ പറയാനല്ലേ ശ്രമിക്കുന്നത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഇവരെല്ലാം ജൻസിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഡെലൂലൂല, ഒരു മതിഭ്രമത്തിലാണ്. എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടും എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ പറയും, അയ്യോ രാഹുൽജി അങ്ങ് കയറി അങ്ങ് ഇരുന്നോ, മോഡി ഇങ്ങോട്ട് മാറ്, അങ്ങ് കയറി ഇരുന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഇതെല്ലാം. പക്ഷെ ഇവിടെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ പോർഷനിലാണല്ലോ ഈ ഇഡിയറ്റ് പരാമർശം വരുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിനെയോ നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഒന്നും പേരെടുത്തെന്നല്ല, പരോക്ഷമായും പരാമർശിക്കുന്നില്ല. നീയാണല്ലോ കോടതി. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ 3 തരം ആളുകളാണുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ 3 തരം ആളുകളാണുള്ളത്. സ്റ്റുഡന്റിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഫൂളിന്റെ ഇഡിയറ്റിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു, അന്ധഭക്തിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിൽ ഈ ഇഡിയറ്റിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താ? ആരാണെന്ന് പറഞ്ഞില്ലല്ലോ, ആരെക്കുറിച്ചും ആരോപണം പറഞ്ഞില്ലല്ലോ, പേരെന്നല്ലെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അല്ല, ചിലപ്പോ അത് പ്രിയങ്ക ഗാന്ധിയെ സോണിയാഗാന്ധിയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. അങ്ങനെ ബിജെപി പ്രതിഷേധിക്കുന്നതിൽ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കണം. രാഹുൽ പറയട്ടെ. അല്ല, അഭിലാഷ് മോഹൻ തോന്നിയത് അങ്ങനെ ആയിരിക്കാന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ബിജെപിയുടെ തോന്നല്ല പറഞ്ഞു, അഭിലാഷ് മോഹന്റെ തോന്നലിനെ പറ്റിയാണ് പറഞ്ഞത്. ഒറ്റ കാര്യം മാത്രം ഇന്ന് തേജസ്വി സൂര്യ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വാദമുണ്ട്. ഉത്തർപ്രദേശില് 1993 ആന്റി കോപ്പിംഗ് ലാ ഉണ്ടാക്കി. ആ സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയുള്ള ഇവരുടെ സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ നിയമം പിൻവലിക്കുന്നതായിരുന്നു. ഇന്ന് പാർലമെന്റിൽ കേട്ടില്ലേ എത്രത്തോളം ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെയും UPയുടെയും കാലഘട്ടത്തിൽ. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന അപ്പൊ ജനങ്ങളും കുട്ടികളും ഒക്കെ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, നരേന്ദ്രമോദി ഈ നാട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ആണ്. രാഹുൽ ഗാന്ധി കുട്ടികളെ സമയത്ത് ക്രിഞ്ചാണ്. ഈ ദലൂരിൽ നടക്കുന്ന ഈ മനുഷ്യനെ ജനം തിരിച്ചറിയുന്നുണ്ട്, ഇന്ന് കുട്ടികളും തിരിച്ചറിയും. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.